നമസ്കാരം. സാജൻ, ചക്കരയുള്ള സാജൻ. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, എൻ്റെ സിനിമ അനുഭവങ്ങളെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഞാൻ സാജൻ ചക്കരയുമ്മ എന്ന ഈ ചാനൽ തുടങ്ങിയത്. മാത്രമല്ല, ഒരു പഴയ സംവിധാനം ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ളത് 10 പേർ അറിയണമല്ലോ. കുറെ സിനിമകൾ എടുത്തതെന്ന് വെച്ചാല് കാലം മാറുമ്പോഴത്തേക്ക് പലരും മറന്നുപോകും. അത് രാഷ്ട്രീയത്തിലായാലും സിനിമയിലായാലും എവിടെയായാലും അങ്ങനെയൊക്കെയാണ്. അത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, കാലം അങ്ങനെയാണ്. പക്ഷെ ഞാനിവര് അജ്ഞാതവാസത്തിലേക്കൊന്നും പോയിട്ടില്ല. സജീവമായിട്ട് എൻ്റെ സുഹൃത്ത് കൊച്ചിയിൽ എനിക്ക് റിസോർട്ടിൽ മുറിയൊക്കെ എടുത്തു വന്ന് അവിടെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അങ്ങനെ പല സിനിമകളിലേക്ക് കഥ എഴുതി അവസരമായപ്പോഴത്തേക്ക് ഞാൻ തന്നെ അദ്ദേഹത്തെ പറഞ്ഞു, ഇത് ഈ സിനിമ ഓടുമെന്ന് എനിക്ക് എത്ര ഉറപ്പില്ല. അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ്, അത് കൊള്ളാം, ഒരു സംവിധായകൻ തന്നെ ഒരു ശുഭപ്രതീക്ഷ ഇല്ലാതെ ഈ കഥ ഓടുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട സിനിമകളൊക്കെ നമ്മുടെ സിനിമകളൊന്നും അല്ല. ടേക്കിങ്സിലാണെങ്കിൽ അതിഗംഭീര ചെറുപ്പക്കാര്, നല്ല ടേക്കിങ്സ്, കഥ ഇല്ലാത്ത പടങ്ങൾ പോലും അവരെ ഡയറക്ടർ ടേക്കിങ്സിലും സിനിമാറ്റോഗ്രാഫിയിലും എഡിറ്റിങ്ങിലും ഭയങ്കര മ്യൂസിക്കൊക്കെ കേട്ടാൽ കിടങ്ങി പോകും. ആ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കഥ എന്ന് പറയുന്ന ഒരു ഫാമിലി ഉണ്ട്, ക്രൈം ത്രില്ലറാണ്. വലിയ ബഡ്ജറ്റ് ഉണ്ടാകുന്നതല്ല, എങ്കിലും കുറച്ചാവും. കാരണം എങ്ങോട്ട് ഞാൻ പറയുന്നില്ല, നിർമ്മാതാവ് പുറത്ത് പറയേണ്ടതാണ്, അദ്ദേഹം തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു സംവിധായകൻ തന്നെ അതിനെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം ഇല്ലാതെ എങ്ങനെ പറയും? എനിക്കത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഇപ്പോൾ ഓടുമോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അപ്പം തടഞ്ഞു. അത് എങ്ങനെ പറയാൻ പറ്റും? എന്നാ വലിയ പ്രതീക്ഷയില്ലാത്ത പടങ്ങൾ ഭയങ്കരമായിട്ട് ഓടിയിട്ടുണ്ട്. അതിന് നമ്മുടെ TS സുരേഷ് ബാബു ഒരു പടം അരോമണിക്ക് എടുത്തായിരുന്നു. ആ പടത്തിന്റെ പേര് മുട്ടത്തോർക്കിടുന്ന ഒരു വേലി എന്നൊരു കഥ എടുത്തു. അതാണ് കോട്ടയം കുഞ്ഞച്ചൻ. അതിന് മുമ്പൊരു കഥയാണ് അവർ TS സുരേഷ് ബാബു പ്ലാൻ ചെയ്തതും അരോമണി സർവൊക്കെ ചെയ്തതും. അപ്പോൾ അതിന്റെ ഡെന്നീസ് ജോസഫാണ് അദ്ദേഹം ഇപ്പം മരണപ്പെട്ടു. അദ്ദേഹമാണ് ന്യൂഡൽഹിയൊക്കെ എഴുതിയാണ്. ഡെന്നീസ് ജോസഫ് എൻ്റെ സുഹൃത്താണ്, TS സുരേഷ് ബാബുവിന്റെ സുഹൃത്താണ്, നല്ല റൈറ്ററാണ്. ഈയിടെ ഞാൻ സമ്പാദി ചാനലിൽ ഞാനെൻ്റെ ചരിത്ര എന്നിലൂടെ എന്ന് ഒരു പ്രോഗ്രാമിന് പോയിരുന്നു. ഒരു 22 എപ്പിസോഡ് എൻ്റെ കഥ പറഞ്ഞ. അപ്പോൾ സന്തോഷ് ജോർജ് കൂടെ പറഞ്ഞു, അദ്ദേഹം ഈ ഡെന്നീസ് ജോസഫിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ട് സ്റ്റേജിൽ പോയി കയറിയുള്ള ദുഃഖാദ്യമുള്ള ആളാണ്. പുള്ളി പോകില്ല, പുള്ളിക്ക് അത്ര പേടിയാണ്. ഞാൻ ബിഹൈൻഡ് ദ സ്ക്രീൻ, എനിക്ക് പറ്റില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, ഞാൻ എഴുതാം എന്ന് പറഞ്ഞ ആളിനെ നിർബന്ധപൂർവ്വം സന്തോഷ് ജോർജ് കുളങ്ങര അവിടെ അദ്ദേഹത്തിന്റെ ക്യാമറ മുമ്പിൽ എത്തി പറഞ്ഞത്രേ. സന്തോഷ് ജോർജ് കുളങ്ങര പറയുകയാണ്, ഇത്രയും മനോഹരമായിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ള ചരിത്ര എന്നിലൂടെ എന്ന് പറഞ്ഞാൽ ഇത്രയും കാലത്ത് ഞാൻ എടുത്തതിൽ സന്തോഷ് ജോർജ് കുളങ്ങരയാണ് കൂടെ ക്യാമറ ബാക്കിൽ നിന്ന് ഡയറക്ട് ചെയ്യുന്നത്. അത് എന്നെ അങ്ങനെ തന്നെയാണ്. അത് അദ്ദേഹത്തിന്റെ നിർദ്ദേശം വളരെ നല്ലതാണ് കേട്ടോ. നമുക്ക് വളരെ വിട്ടുപോയ അപ്പോൾ പുള്ളി ഓർപ്പിക്കും. ഇത്രയും ഗ്രാഹ്യമായിട്ട് സ്റ്റഡി ചെയ്തിട്ട് കഠിന പ്രയത്നം ചെയ്യുന്ന ഒരാളാണ് സന്തോഷ് ജോർജ് കുളങ്ങര. ഞാൻ എൻ്റെ TV അദ്ദേഹത്തിന്റെ ചാനൽ മാത്രമേ ഞാൻ കാണാറുള്ളൂ. കാരണം മറ്റതൊക്കെ നമ്മൾ സ്ഥിരം കണ്ടു മടുത്തതൊക്കെ ആയതുകൊണ്ട് കുറ്റപ്പറയല്ല. ഞാൻ ഒരു കാലത്ത് മലയാള മനോരമ താമസിയ ദേശാടന പക്ഷി ഒക്കെ എടുത്തു. എനിക്ക് അവാർഡ് കിട്ടിയതാണ്. ഒരിക്കലും തന്ന ആഹാരത്തിനെ കുറ്റം പറയില്ല. ഇതിൽ കാലങ്ങളനുസരിച്ചിട്ട് മാറണമല്ലോ. അപ്പോൾ ഈ ഡെന്നീസ് ജോസഫ് അങ്ങനെ അരോമണി സാറെന്ന് പറഞ്ഞു, മനസ്സാറേ, നമുക്ക് ആ കഥയെക്കാളും നല്ലത് മുട്ടത്തോർക്കയുടെ വേലി എന്നൊരു നോവൽ ഉണ്ട്, അത് ഞാൻ മമ്മൂട്ടി എടുത്ത് പറഞ്ഞു. ഓക്കെ, മനസ്സാർ പറഞ്ഞു, മമ്മൂട്ടി എടുത്ത് സുരേഷ് പറഞ്ഞ കഥ വേറെയല്ലേ, ഇനിയിപ്പോൾ പോയാൽ മമ്മൂട്ടി ഡേറ്റ് മാറ്റിക്കളഞ്ഞാലോ? അത് സാറ് വിഷമിക്കണ്ട, മമ്മൂട്ടി എടുത്ത് ഞാൻ ഈ കഥ പറഞ്ഞ് ശരിയായിക്കോളാം. അങ്ങനെ സന്തോഷ് TS സുരേഷ് ബാബു ഡയറക്ടറും ഡെന്നിസ് ജോസഫ്, ഡെന്നിസ് അല്ല ഡെന്നിസ് ജോസഫ് കഥ പറഞ്ഞു. മമ്മൂട്ടി ഇഷ്ടമായി, വളരെ ഇഷ്ടമായി. മമ്മൂട്ടി ഈ ഹാസ്യപ്രധാനമായ സംഭവങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം സീരിയസ് ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ഈ മനസ്സിൻ്റെ ഉള്ളിൽ ഹാസ്യമാണ് പുള്ളി. ഹാസ്യം ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് തമാശകളാണ് മമ്മൂട്ടി, നിങ്ങൾ വിചാരിക്കുന്നില്ല ഗൗരവക്കാരനൊന്നുമല്ല. ഏതായാലും കോട്ടയം കുഞ്ഞച്ചൻ എന്ന പടം മനസ്സാർ ഷൂട്ട് ചെയ്ത് എൻ്റെ 20 ദിവസം കൊണ്ട് സുരേഷ് ബാബു തീർത്തു. നമ്മുടെ സുകുമാരനും പിന്നെ ബൈജുവും
ഒക്കെ ഒരു പടം, നല്ല പടമാണ്, രസം പടം. KPSC എഴുതുക. പിന്നെ അതിൽ നായികാരെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അപ്പോ പടം കഴിഞ്ഞ സമയത്ത് ഞാൻ ഇടയ്ക്ക് മണിസാറിനെ കാണാനൊക്കെ പോകുമ്പം സാറ് പറഞ്ഞു മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ടു, സുരേഷ് ബാബുവിന് ഇഷ്ടപ്പെട്ടു, അതുപോലെ സുരേഷ് ബാബു നിർബന്ധം, ഡെന്നിസ് ജോസഫ് നിർബന്ധം. പിന്നെ മമ്മൂട്ടി പറയുമ്പോഴത്തേക്കും എനിക്ക് വിശ്വാസമല്ല ഈ പടം ഓടുന്നുള്ളത്. എന്താ ഒരു പടം, ഒരു പഴയാണ്, ഇതിനകത്ത് എന്താ ഉള്ളത് എന്ന് പറഞ്ഞ് മണിസാറ്, ഇതേ മണിസാർ എന്ന് പറഞ്ഞു. പടം റിലീസായപ്പോഴാ കോട്ടയം കുഞ്ഞച്ചൻ്റെ പടം നിങ്ങൾക്കറിയാം. ഓ, എന്തോ ഒരു കളക്ഷൻ. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല നിർമ്മാതാവായാലും സംവിധായകനായാലും ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ഏത് തരം പടം എങ്ങനെയൊക്കെയാണ് അവർ ആസ്വദിക്കുക എന്നുള്ളത്. അതിന് ഏറ്റവും ഉദാഹരണമാണ് ഈ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് ഞാൻ പറയുകയാണ്. സുരേഷ് ബാബു ഒരുപാട് പടം എടുത്തിട്ടുള്ള ആളാണ്. എങ്കിലും മണിസാറിന്റെ വിഷമം കാണുമ്പോൾ ബാബുവിനും ഒരു പടം എന്തൊക്കെ ആവോ. മണിസാർ രണ്ട് തിരുവനന്തപുരക്കാരാണ്. മണിസാർ അതിന് മുമ്പ് സുരേഷ് ബാബുവിനെ കൂടെ പടം എടുത്തിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണെന്നുള്ള പേടി. അപ്പൊ ഡെന്നിസ് ജോസഫ് പറഞ്ഞു, ബാബു ധൈര്യമായിട്ടിരിക്കേ, ഈ പടം നിങ്ങളുടെ സിനിമാ സംവിധാനത്തില് ഒരു നാഴികക്കല്ലായിരിക്കും. അങ്ങനെ ഡെന്നിസ് ജോസഫിന്റെ ധൈര്യത്തിലാണ് ഇദ്ദേഹം ഈ പടം പേടിച്ചെടുക്കുന്നു. സുരേഷ് ബാബുവിന്റെ ചോദിച്ചറിയാം, ഞങ്ങൾ ഈ പൂജപ്പുര ഇടക്കിടയ്ക്കാണ്, അദ്ദേഹം ഒരുപാട് സീരിയലൊക്കെ എടുക്കും. ഇത് അനിയൻ ഡയറക്ടറാണ്, നല്ല വ്യക്തിയാണ് പുള്ളി. മനോഹർ സാറിന്റെ മരണത്തിന് അവിടെ പ്രദർശനത്തിന് ഇരുന്നോട്ട് വെച്ചപ്പം ഞങ്ങൾ സിനിമാക്കാര് 10-15 വരെ ഉള്ളൂ. ഇത്രയും സിനിമ എടുത്ത ആൾക്കാർ, സിനിമ എടുത്ത നിർമ്മാതാവിന്റെ മരണത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ആൾക്കാരും സുരേഷ് ബാബുവും ഞാനും പിന്നെ ഏതാണ്ട് അറിയുന്ന കുറച്ച് ഇത്രേ ഉള്ളൂ. മറ്റേ അദ്ദേഹത്തിന്റെ മരുമകൻ അരോമ മോഹൻ, പിന്നെ കുടുംബക്കാര്. അപ്പൊ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒരു കാലത്ത് മണിസാറിന്റെ പടങ്ങള് എന്തുമാത്രം CBI ഡയറക്ടർക്കൊക്കെ എടുത്ത ആവാണേ, എത്ര പടങ്ങള്. അങ്ങനത്തെ മനുഷ്യൻ അദ്ദേഹം നന്മതേ ചെയ്തിട്ടുള്ളൂ. അദ്ദേഹത്തിന് മരണത്തിന് തിരുവനന്തപുരത്തായിട്ട് പോലും ഈ സിനിമാക്കാരെന്ന് പറഞ്ഞാൽ എന്നെ കുറ്റം പറയുന്നില്ല, എല്ലാം തിരക്കായിരിക്കാം. അതുപോലെ ആയിരുന്നു രാമേന്ദ്ര ബാബു ക്യാമറമാൻ, ആളെ ഇല്ലായിരുന്നു. എനിക്ക് ഭാഗ്യലക്ഷ്മി പറഞ്ഞു, ആരുമില്ല 4 ആഴ്ച പോലും. അപ്പൊ അതുകൊണ്ട് നല്ല ഏത് പടങ്ങൾ എടുത്താലും ഇല്ലെങ്കിലും അതെല്ലാം ഓടിക്കൊള്ളുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇനി ഞാൻ എൻ്റെ പഴയ കഥയിലേക്ക് വരാം. ചക്കരയുമ്മ എന്ന സിനിമ ഞാൻ സംവിധാനിച്ചത് ഇവിടെ പനമ്പള്ളി നഗറിലാണ് ഷൂട്ടിങ്. അപ്പൊ അവിടെ അപ്പോൾ തന്നെ അതിന്റെ പ്രൊഡ്യൂസർ ജഗൻ പിച്ചേഴ്സ് അപ്പച്ചൻ സാറ് പറഞ്ഞു, VC ജോലിനാളുടെ അതിന്റെ പേര് ഞങ്ങൾ അപ്പച്ചൻ സാറിനെ വിളിക്കാം. അദ്ദേഹം പറഞ്ഞു, സാരൻ ഒരു ഇരുത്തം വന്ന സംവിധായകനാണ്, നമുക്ക് ഇനിയും പുള്ളിക്കാരനെ നല്ല നല്ല സിനിമകൾ പ്രതീക്ഷിക്കാം. പിന്നെ ഇതിനെ എന്നെ റെക്കമെൻഡ് ചെയ്തത് SN സ്വാമിയും മരിച്ചുപോയ KR ഷണ്ണുമാണ്. അപ്പൊ അതുകൊണ്ട് അവർ പറയുമ്പോൾ അവിടെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണല്ലോ. അങ്ങനെയാണ് ഈ ചക്കരയുമ്മ എന്നിലേക്ക് എത്തുന്നതും. കഥകൾ പലതും കലൂർ ടെന്നീസാണ് എൻ്റെ സ്ക്രിപ്റ്റ്. കഥകൾ പലതും നിങ്ങൾ കേട്ടു. അന്ന് എറണാകുളത്ത് എയർലൈൻസ് ഹോട്ടലിലായിരുന്നു. ഞാൻ മദ്രാസിലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകും. ഒരുപാട് കഥകൾ ചർച്ച ചെയ്തു. അപ്പോൾ അതൊന്നും അങ്ങോട്ട് നമുക്ക് തൃപ്തിയായിട്ട് വരുന്നില്ല. അപ്പൊ സ്വാമി അന്നൊരു കഥാകൃത്തായിരുന്നില്ല, എന്നാൽ സിനിമ ആസ്വാദനായിരുന്നു സ്വാമി. എല്ലാ സിനിമകളും സ്വാമി കാണും. അപ്പോ സ്വാമി പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഒരു ചെറിയ ത്രെഡ് പറയാം, അത് നിങ്ങൾ എടുക്കണോ ഇല്ലെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ചെറിയ സംഭവം. ആ സംഭവം പറഞ്ഞതാണ് ചക്കരയുമ്മ. നല്ല സബ്ജക്റ്റ്. അപ്പോൾ തന്നെ കലൂർ ടെന്നീസ് പറഞ്ഞു, സ്വാമി ഇത് നല്ല സബ്ജക്റ്റാണ്. അപ്പച്ചൻ പറഞ്ഞു, ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൽ നല്ല ത്രെഡല്ലേ, ഒരു കഥ പറയുന്നില്ല, കാരണം അത് ഞാൻ സംസാരിക്കുന്നുണ്ടോ, ഞാൻ പറയാൻ വന്നത് അതല്ല. അപ്പോ ഈ ചക്കരയും എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ പറ്റി പ്രൊഡ്യൂസർ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. പലരും നിർമ്മാതാക്കളുടെ ലൊക്കേഷനിൽ വന്നു. എന്റെ ടേക്കിംഗ് സ്ഥാനത്ത് കൊണ്ടുവന്നായിരുന്നു ക്യാമറ. നല്ല രീതിയിൽ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങനെ വന്ന കൂട്ടത്തിലാണ് വിജയഭൂഷൺ. സേവ്യർ സാറ് വിജയഭൂഷന്റെ നിർമ്മാതാവാണ്. ഒരുപാട് സിനിമകൾ എടുത്തിട്ടുള്ള ആളാണ്. ഡിസ്ട്രിബ്യൂഷൻ അദ്ദേഹമാണ് സ്ഫോടനമൊക്കെ എടുത്തത്. മമ്മൂട്ടി ആദ്യം കൊണ്ടിരുന്നത് സേവ്യർ സാറാണ്. സ്ഫോടനം അദ്ദേഹത്തിന്റെ 2 മക്കൾ സേവ്യറും ഞങ്ങൾ സേവിച്ചെന്ന് വിളിക്കും, ജോളി സേവ്യറും അവരവിടെ വന്നു. മാറി ഒന്ന് ഇവരുടെ ബ്രേക്ക് ടൈമിൽ സാധാ നമുക്കൊരു പടം ചെയ്യാം. അപ്പോൾ ഞാൻ അവരെ കാണുന്ന ആദ്യമായിട്ട് അവർ പരിചയപ്പെടുത്തി. നല്ല 2 ചെറുപ്പക്കാർ. സേവ്യർ ഇലക്ട്രോണിക് എഞ്ചിനീയറാണ്. പിന്നെ ജോളി സേവ്യർ അപ്പച്ചൻ്റെ കൂടെ സ്ഥിര ഡിസ്ട്രിബ്യൂഷനൊക്കെ ചെയ്യുന്ന വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സിനിമ അറിയാവുന്ന ആളാണ്. അങ്ങനെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സന്തോഷമായി, കാരണം ഒരു പടം റിലീസായില്ല,
അപ്പോഴത്തന്നെ എനിക്കൊരു അടുത്തൊരു, അതും മലയാളത്തിലെ വലിയൊരു ബാനർ, വിജയ മൂവീസ് അടുത്ത പടം എടുക്കാൻ വേണ്ടി എന്നെ ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ എന്ത് അഭിമാനം വേണം. ചക്കരയെല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഞാൻ മദ്രാസിലാണ് താമസം. അപ്പോൾ അങ്ങനെ ഞാൻ വന്നപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് 2 പുതിയ കഥാകൃത്തുക്കളെയാണ് നമുക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാൻ ആര്? ഇന്നസെന്റ് ശ്രീനിവാസനും. ഞാൻ പറഞ്ഞു, ഇന്നസെന്റ് നടനും നിർമ്മാതാവൊക്കെയല്ലേ, അത് പുള്ളിക്കാരൻ ഫേമസ് ആയിട്ടില്ല. ഒരു ശ്രീനിവാസനും കഥയൊന്നും എഴുതി പരിചയമില്ല, പുള്ളിക്കാരൻ സിനിമയുടെ കണ്ടിട്ടുണ്ട്. പിന്നെ അതെ, നമുക്ക് പരിചയപ്പെടുത്താം. ഏതായാലും ഈ എസ് എൻ സ്വാമിയുടെ കഥ കടവിൽ എഴുതി സ്ക്രിപ്റ്റ് പറയാനില്ല. അതുപോലെ ഞാൻ വിജയാമൂസ് പറഞ്ഞ പിന്നെ ഇരിക്കത്ത്. അങ്ങനെ ഇനി പെട്ടെന്ന് ഇന്നസെന്റിനെയും പിന്നെ ശ്രീനിവാസനെയും വരുത്തി. പോളക്കുളത്ത്, അന്ന് പോളക്കുളം പറയും, ഇപ്പൊ റണൈസൻസ് കൊച്ചി കലൂര് റൂമിട്ടു. ഞങ്ങൾ വന്നു. ശ്രീനിവാസനും പിന്നെ ഇന്നസെന്റ് വന്നു. ഞാൻ ചെന്ന് മദ്രാസിൽ ഞാൻ വന്നു. നിർമ്മാതാക്കളിൽ നിന്ന് കഥ പറഞ്ഞില്ല. അപ്പൊ അവർ എഴുതാനായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി. 1 ദിവസം 2 ദിവസം 3 ദിവസം 6-7 ദിവസം ആയപ്പോഴത്തേക്കും കഥയൊന്നും ആവുന്നില്ല. ഇത് ഞാൻ എടുത്തു പറയുന്നത്, നമ്മുടെ ഇന്നസെന്റ് ഏതോ ഒരു ചാനലിൽ പുള്ളിക്കാരൻ വിപുലമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഞാൻ വേണമെങ്കിൽ ഇപ്പൊ കാണിക്കാൻ വിചാരിച്ചപ്പം ഈ കോപ്പി റൈറ്റ് ആക്ട് സംഭവമുണ്ട്. ഏതോ ഒരു ചാനൽ വന്നതുകൊണ്ട് പറയാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ തന്നെ പറയുന്നത്. ഏതാ ചുരുക്കി പറയാം. അപ്പോൾ ഇവര് തമ്മിൽ ഇന്നസെന്റ് തന്നെ എന്നോട് പറഞ്ഞാണ് 6-7 ദിവസമായിട്ട് കഥയൊന്നും ഇല്ല. അവസാനം ഒരു 8-10 ദിവസം ആയപ്പോഴത്തേക്ക് ഇന്നസെന്റ് പറഞ്ഞു, സേർ സാർ വിളിച്ച് ചോദിച്ചു, കഥ ആഴ്ച വന്നു. അങ്ങനെ അവര് കഥ പറഞ്ഞു. അപ്പൊ ഇന്നസെന്റിന് ധൈര്യം പോരാ, എന്ത് കഥ, ഒരു കഥയായിട്ടില്ല പിന്നെ അങ്ങനെ. അപ്പൊ ശ്രീനിവാസൻ പറഞ്ഞു, ആയി, കഥയായി. ശ്രീനിവാസൻ പറഞ്ഞു, ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ 2 പ്രബലമായ ഡോക്ടർ. അപ്പൊ അന്ന് ഈ ഡോക്ടർമാരുടെ ഡേറ്റ് എന്ന് പറയുന്നത് ഇവർക്ക് മമ്മൂട്ടിയും ലാലൂസിന് ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചാണ് ഇവർ എഴുതുന്നത്. അങ്ങനെ ഒരു പ്രാന്തിയായ മനോരോഗിയായ സ്ത്രീ, ആ സ്ത്രീയെ ഇതിലൊരു ഡോക്ടർ ബലാത്സംഗം ചെയ്യുന്നു. അതിന്റെ വിഷമം കൊണ്ട് ആ സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നു. 2 പിഞ്ചു കുഞ്ഞുങ്ങൾ. എന്ത് ചെയ്യും? അങ്ങനെ ആ ഡോക്ടർ അറസ്റ്റ് ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ ആരും നോക്കും? മറ്റേ ഡോക്ടർ അദ്ദേഹം ഈ കുഞ്ഞുങ്ങളെ സംരക്ഷണം ഏറ്റെടുത്തു. അപ്പൊ ഇന്നസെന്റ് ഇടയ്ക്ക് നോക്കുമ്പോൾ ഇങ്ങനത്തെ കാലത്ത് ഇന്നസെന്റ് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എപ്പോൾ സേവിയർ സാർ ഞങ്ങളെ കേൾക്കൊള്ളാത്ത മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെടും. കാരണം അവരെ മറ്റു ഡോക്ടർ ചെയ്ത കുറ്റത്തിന്, ലാലൂസ് ചെയ്ത കുറ്റത്തിന് ഈ മമ്മൂട്ടി കുഞ്ഞുങ്ങളെ ഏറ്റെടുത്തു. തീർച്ചയായിട്ടും നന്നായിട്ട് ഇഷ്ടപ്പെടും. ഞങ്ങൾ പോയി. ഇത് അങ്ങനെ പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ കഥ ലാലൂസിനോട് പറഞ്ഞു. അപ്പൊ ലാലൂസ് പറഞ്ഞു, അതെന്താ ഒരു പ്രാന്തിയായ ഒരു സ്ത്രീയെ ഞാൻ വില്ല വെച്ചൊക്കെ ചെയ്യുന്ന ആളൊക്കെ തന്നെയാണ്, അതെന്താ ഒരു വഴിയായിരുന്നു. മാത്രമല്ല ഈ റോള് മറ്റേ മമ്മൂട്ടി ചെയ്യട്ടെ, ഞാൻ മറ്റേ റോള് ഞാൻ ചെയ്യാം. അപ്പൊ എന്താ കുഴപ്പം? അപ്പൊ ഇത് ഇങ്ങനെ ഒരു ആശയക്കുഴപ്പമില്ല. ഇന്നസെന്റ് പറഞ്ഞതാണ്, ആശയക്കുഴപ്പമില്ലായി. ഇത് മമ്മൂട്ടി എടുത്ത് പറഞ്ഞു. മമ്മൂട്ടിയാണെങ്കിലോ പിരിയേറിയിട്ട്, അതേ മറ്റടുത്ത് പറഞ്ഞാൽ മതി കേട്ടോ, ഒരു ഭ്രാന്തിയായ മാനസിക വിഷമമുള്ള സ്ത്രീയെ ഞാൻ ബലാത്സംഗം ചെയ്തിട്ട് അതിന്റെ കൊച്ചുകളെ അവൻ നോക്കിയേ, അത് വേണ്ട പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി കേട്ടോ, അങ്ങനെ വേണ്ട, അന്ന് ആ സംഭവം നടന്നില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇന്നസെന്റ് പറയുന്നതാകുമ്പോഴത്തേക്ക് ഭയങ്കര രസമാണ്. അതിന് മാത്രമല്ല, ഇത് ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ കഥ പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ നല്ലവരെ തന്നാല് ഞാൻ കുക്കാണ്, ഞാൻ പാചകക്കാരനാണ്. സംവിധായകൻ എന്ന് പറഞ്ഞാൽ അത് കുക്കാണ് കേട്ടോ. നിങ്ങൾ നല്ലവരെ തന്നാൽ ഈ പാചകം, ഈ സംവിധാനം ഞാൻ ചെയ്യാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ശ്രീനിവാസൻ ചോദിച്ചു, ഓഹോ അപ്പൊ സാജൻ നിങ്ങൾ കുക്കാണ്? ഇന്നസെന്റ് നോക്കി. ഇന്നസെന്റ് ചോദിച്ചിട്ടുണ്ട്, അല്ല ഇയാൾ കുറെ നേരമായിട്ട് കുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇയാൾ പാചകം ഏത് ഹോട്ടലിൽ പണിയെടുത്തേ? ശ്രീനിവാസ, സാജൻ പറഞ്ഞു കുക്കെന്ന് പറഞ്ഞാൽ അതേ സംവിധായകനാണ്, നമ്മൾ നല്ലപോലെ കഥ എഴുതി കൊടുത്താൽ അതേ നല്ലപോലെ എടുക്കാമെന്നാണ്. ഓഹോ അതാണ് ശരിയല്ലേ. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ശ്രീനിവാസൻ എനിക്കറിയാം. ഏതായാലും ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 5000 രൂപ ജയശേഖർ സാറ് ശ്രീനിവാസന് കൊടുത്തു. അങ്ങനെ ഒരു ഇന്നസെന്റ് അദ്ദേഹത്തിന്റെ നാടായി ഇരിങ്ങാലക്കുടയ്ക്കും ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോകാൻ പോയപ്പോൾ ശ്രീനിവാസൻ ഇദ്ദേഹത്തിന് 2500 രൂപ ശ്രീനിവാസൻ കൊടുത്തു ഇന്നസെന്റിന്. ഇന്നസെന്റ് പറഞ്ഞു, ഞാൻ അതല്ല ഇരിക്കട്ടെ. അപ്പൊ ഇന്നസെന്റ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല, താനല്ലേ ഉണ്ടാക്കിയത്, ഇന്നൊരു 500 രൂപ തനിക്കിരിക്കട്ടെ, വേണോ അത് എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ ശ്രീനിവാസൻ ആ പൈസ അയച്ചിട്ട് ശ്രീനിവാസന്റെ നാട്ടിലേക്കും പോയി, ഇന്നസെന്റ് മദ്രാസിലേക്കും പോയി. അപ്പൊ ഇന്നസെന്റ് ഇത് മനോഹരമായിട്ട് ഞാൻ പറയുന്നുണ്ടോ അല്ല ഇന്നസെന്റ് പറയുന്നത്, അങ്ങനെ ഒരു നല്ല സംഭവമാണ് എനിക്ക് ഈ
വിദ്യാഭ്യാസത്തിന്റെ ഇന്ന് കോളക്കളത്ത് വെച്ചിട്ട് ഇന്നസെന്റും ശ്രീനിവാസനും കഥ എഴുതാൻ വന്നതും അന്ന് കഥയൊന്നും ആയില്ല. ഇദ്ദേഹത്തിന്റെ ആ പ്രസൻസ് ഓഫ് മൈൻഡ് നിർമ്മാതാക്കളെ വിഷമിപ്പിക്കരുത് എന്ന് ഇന്നസെന്റിനോട് പറഞ്ഞു. ഇത്രയും ദിവസം നമുക്ക് മുറിയിട്ട് തന്ന ആള് നമുക്ക് എല്ലാ ചെലവുകളും തരുന്ന ആളിനെ എങ്ങനെ വിഷമിപ്പിക്കും? നമുക്കിത് ശരിയായില്ലെങ്കിൽ നമുക്ക് അടുത്ത് ഉണ്ടാക്കാമെന്നേ ഇങ്ങനെ ധൈര്യം കൊടുത്തു. ഈ കഥയോടെ പറഞ്ഞുകൊണ്ടാണ് നിർമ്മാതാക്കൾ ഒരുപാട് പറയാനുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ ദീർഘിപ്പിച്ചു. ഇനി എൻ്റെ ഓരോ സിനിമയുടെ കഥകളും ഒക്കെ പറയാനുണ്ട്. അത് നിങ്ങൾ കേൾക്കണം, ഞാൻ പറയാം. ഇടയ്ക്കിങ്ങനെ ഈ ആനുകാലിക സിനിമകളും സംഭവങ്ങളും വന്നപ്പോൾ അത് ഞാൻ പറഞ്ഞു പോകും. എങ്കിലും ഇത്ര ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.